ഹലോ, ഇന്ന് നല്ല ഹെൽത്തിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ചുവന്ന അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള അവലും എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ടെന്ന് പറയുമ്പോൾ നമ്മളിത് എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരണം. അപ്പോൾ അതുവരെയാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുന്ന സമയത്ത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1.5 കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയുടെ അളവിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കച്ചറയൊക്കെയുള്ള ശർക്കര ആണെങ്കിൽ അതൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. ഇനി മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കാഷ്യൂനട്ടിന് പകരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും നട്ട്സ് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറായിട്ട് വരുന്നവരെ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വലിയ നേന്ത്രപ്പഴമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറുതാണ് നേന്ത്രപ്പഴം എന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക 1 കപ്പ് അവലിലേക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പഴമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്മാഷായിട്ട് കിട്ടുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തേങ്ങയും അവലും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച അവലുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ മെൽറ്റാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന ശർക്കരയിൽ നന്നായിട്ട് കച്ചറയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തീ ഒന്ന് കുറച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോകും ശർക്കര. കാരണം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം. അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് മിക്സ് ചെയ്യാവും കൂടുതൽ നല്ലത്. കാരണം ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറഞ്ഞ തീയിലിട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൽ വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിതെല്ലാം വേവിച്ച് വെച്ച സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ വറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ശർക്കര ഒന്ന് വറ്റിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനുള്ളൊരു പരുവത്തിലുള്ള മാവാക്കി ഇത് കിട്ടും. അപ്പോൾ അതുവരെ ഇതുപോലെ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് കൈ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ബോൾ ഷേപ്പിലാണ് ഇത് ആക്കിയെടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല ഹെൽത്തിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്